ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ഒരു ചീരയുടെ വീഡിയോയുമായാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ കുഴയാത്ത രീതിയിലുള്ള നല്ലൊരു ചീരത്തോരൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീട്ടിലുള്ള ചീരയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലിട്ട് പോയാലോ. ചീര കട്ട് ചെയ്തെടുക്കാം. ഇത്രയും വലുതാണ്. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ചീര. ഇങ്ങോട്ടുണ്ടോ? ഇതെല്ലാം കീരയാണ്. നമ്മൾ പാകിയതാ ഒന്നുമല്ല, തനിയെ മുളച്ചതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ണ് എടുത്ത് വഴുതന നട്ടത്. അതിലിപ്പോൾ മൊത്തം കീരയായി. ഇതായതില്ലേ ഇവിടെ നമ്മളെ കടച്ചക്ക ഉണ്ടാ, ശീമപ്പിലാവ്, ശീമച്ചക്ക എന്നൊക്കെ പറയില്ലേ. ഇഷ്ടം പോലെ ചക്ക, ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ, ഒരു കണക്കില്ലാതെ കിടക്കും. കാണാൻ പറ്റുന്നോന്നറിയില്ല, വെയിലാണ്. എന്നാലും അതൊക്കെ കാണിച്ചോളൂ. അടുത്ത കൊമ്പ് ചാഞ്ഞിറങ്ങുന്നതെല്ലാം കാണിച്ചു. അപ്പുറത്തെ കൊണ്ടയിലൊക്കെ കിടക്കും. നമ്മുടെ കാശിത്തുമ്പ കണ്ട നല്ല നല്ല കളറുകളുണ്ട്. ഇനി കുറേ തൈ നിൽപ്പുണ്ടേ. പക്ഷെ നമുക്ക് 9 കളറുണ്ട് ഇതിൽ. ഇത് നമ്മൾ നട്ട കീരയാണ്. ഇത് കണ്ടോ, വഴുതന കണ്ട, വഴുതനത്തിൽ നിറച്ചും കായുണ്ടായിരുന്നു. വേണ്ടില്ലേ, ഇതിലെല്ലാം കായാണ്. കണ്ട, നമ്മൾ കുറേയൊക്കെ പറിച്ചായിരുന്നു. ഇത് കീര, അതായത് മാംഗോസ്റ്റിന്. ഇത് കാലാപ്പാടിയുടെ മാവ്, ഇത് പഞ്ചസാര അരിക്ക മാവ്, ഇത് കോട്ടക്കുണ മാവ്. ഇതാണ് നമ്മൾ അന്ന് വാങ്ങി നട്ട പ്ലാവ്, വരിക്ക പ്ലാവ്, തായ്ലൻഡ് റെഡ്. കറിവേപ്പില കണ്ടില്ലേ, രണ്ട് മൂടുണ്ട്. നമ്മൾ കുറേ അത് പറിച്ചിട്ട് ഓടിച്ചു പൊട്ടിക്കുന്നു. പിന്നെ ഇതെല്ലാം കീര, മുളക്. ഈ സൈഡിലുണ്ട് പയറ്, മുളക് എല്ലാം. വെള്ളക്കാന്താരി, ഇതെല്ലാം കാന്താരിയും കീരയും. ഇത് മുളക്, ഇതും കുറേ മുളകുണ്ടായിരുന്നു. ഇതൊക്കെ പറിച്ച്. ഇത് വന്നിട്ട് വഴുതന. ഇപ്പം ചീര ഇത്രയും അരിഞ്ഞെടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഒരെണ്ണമാണ് ഇത്രയും. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീരയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മതി. കുഴയാതെ വേണ്ടിയാണ്ട് വയ്ക്കണം. നല്ല പൊറായിരിക്കണം. ഇനി കടുകിട്ട് കൊടുക്കാം. ഇനി ചീര ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു പച്ചക്കറി പോലും പുറത്തുനിന്ന് വാങ്ങാറില്ല. മിക്കവാറും പച്ചക്കറികളും നമ്മളെ വീട്ടിൽ നട്ട് വളർത്തുന്നതാണ്. ഇപ്പം പച്ചക്കറിയെല്ലാം കുറവാണ്, നട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം എല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി
ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി ഇത്രയും തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ജീരകം ചതച്ചത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കുഴഞ്ഞു പോകാതെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി സ്റ്റവ് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, നല്ല പൊറു പറന്നിരിക്കുന്നു. സാധാ തോരൻ പോലെ ഉണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം.